നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കടപ്പുറം ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തിത്തുറന്ന് കവർച്ച. 80,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ 82-കാരി പിറ്റേന്ന് മരിച്ചു. പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ മാമി ഉമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കിയ വീട് ജപ്തി ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമമാണ് മരണത്തിന് കാരണമായതെന്ന് കുടുംബം. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിലെ ഭണ്ഡാരത്തിന് തീപിടിച്ച് നോട്ടുകൾ കത്തിയ സംഭവം. സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ചീഫ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. ദേവസ്വം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. ചാവക്കാട് പാലയൂർ സെന്ററിലെ ആൻഡോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ ഉടമ മുട്ടത്ത് ആൻഡോ നിര്യാതനായി. വിടവാങ്ങുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ അധികായൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ. വാർത്തകൾ വിശദമായി. സാഹിത്യത്തിന്റെ ഈറ്റില്ലമായ പുന്നൂർകുളത്തിനോട് കേരള സാഹിത്യ അക്കാദമി മുഖം തിരിക്കുന്ന മനോഭാവം തിരുത്തണമെന്ന് NK അക്ബർ MLA. പാവങ്ങൾ നോവൽ 100ാം വാർഷികാഘോഷത്തിനായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. കേരള സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ നോവൽ വിവർത്തനം ചെയ്തതിന്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിലായിരുന്നു MLAയുടെ അഭിപ്രായ പ്രകടനം. വ്യക്തിപരമായി തനിക്കും അത്തരത്തിലുള്ള പരിഭവം കേരള സാഹിത്യ അക്കാദമിയോടുണ്ടെന്നും അതിന്റെ പേരിലാണ് നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത പാവങ്ങളുടെ 100ാം വാർഷികം പൊന്നൂർകുളത്ത് നടത്തുന്നതിനായി കൂടിയാലോചനകൾ നടത്തിയതെന്നും MLA പറഞ്ഞു. ചൊവ്വാഴ്ച വൈകിട്ട് കേരള സാഹിത്യ അക്കാദമി കമല സുരയ്യ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ച് നടത്തിയ സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ പൊന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. ഡോക്ടർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. KS സുനിൽകുമാർ വിഷയാവതരണം നടത്തി. സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ സ്വാഗതവും ഡോക്ടർ രാജേഷ് കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മെയ് 3 കമല സുരയ്യ സാംസ്കാരിക സമുച്ചയ പരിസരത്ത് വെച്ചാണ് വന്നേരി കൾച്ചറൽ ഫൗണ്ടേഷനുമായി സഹകരിച്ച് പരിപാടികൾ നടത്തുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ വിഖ്യാത നോവൽ ലേമി സറാബിളെ നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിലാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. വിവർത്തനത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അനുസ്മരണം, സെമിനാർ, പാനൽ ചർച്ച, പ്രഭാഷണം, ആദരിക്കൽ, പാവങ്ങളെ ആസ്പദമാക്കി ചിത്രരചന, നാടകം എന്നിങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത്. കടപ്പുറം ആറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തിത്തുറന്ന കവർച്ച. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് കമ്മിറ്റി ഭാരവാഹികൾ ഓഫീസിലെത്തിയപ്പോഴാണ് പൂട്ട് പൊളിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ടതായി അറിഞ്ഞത്. 80,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു. കുത്തി തുറക്കാൻ ഉപയോഗിച്ച വെട്ടുകത്തിയും സമീപത്ത് നിന്ന് കണ്ടെത്തി. ഓഫീസിനരികിൽ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറ മുകളിലേക്ക് ഉയർത്തിവെച്ചാണ് മോഷണം നടത്തിയിരിക്കുന്നത്. ചാവക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി സമീപത്തെ വീടുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. 3 ലോക്കും പൊളിച്ച് അകത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയിരുന്നു. അത് എത്ര രൂപ പോയെന്ന് ഇപ്പം പറയാൻ സാധ്യമല്ല. കാരണം പൈസ പല സ്ഥലത്ത് പല വകുപ്പിലുള്ള പൈസകളുണ്ട്. അതിനി പോലീസിൻ്റെ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ് പെട്ടികളൊക്കെ തുറന്നു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 80,000 രൂപ പോയതായിട്ട് നിഗമനമുണ്ട്. ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇനി കണക്ക് നോക്കിയാൽ അല്പം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നാലും 80,000 രൂപ നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഞങ്ങൾ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിൻ്റെ CA അടക്കമുള്ള ആളുകൾ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. തൊട്ടടുത്ത സമയത്ത് ഫോറൻസിക്കർ വന്ന് ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ 82-കാരി പിറ്റേന്ന് മരിച്ചു. പാലപ്പെട്ടി പുതുരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ മാമി ഉമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കി വീട് ബാങ്ക് ജപ്തി ചെയ്തത്. മാമി ഉമ്മയുടെ പേരിലുള്ള 22 സെന്റ് സ്ഥലവും വീടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാലപ്പെട്ടി ശാഖയിൽ പണയം വെച്ച് ഇവരുടെ മകൻ 6 വർഷം മുമ്പ് 25 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. പിന്നീട് വിദേശത്ത് പോയ മകനെ 3 വർഷം മുമ്പ് കാണാതാവുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതേ സ്ഥലത്ത് തന്നെ ഇളയ മകൻ മറ്റൊരു വീട് പണിതു. മകനെ കാണാതായ സംഭവത്തിൽ പോലീസിൽ നൽകിയ പരാതിയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് ലോൺ കുടിശ്ശിക വന്നതിന് ബാങ്ക് അധികൃതർ ജപ്തി നടപടിയുമായി മുന്നോട്ടു പോയത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ ബാങ്ക് അധികൃതർ കിടപ്പിലായിരുന്ന മാമി ഉമ്മയെ ബലമായി പുറത്താക്കി ജപ്തി നടപടികൾ പൂർത്തിയാക്കി എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ബാങ്കുകാരോട് 2 ആഴ്ച സമയം ചോദിച്ചിട്ട് ഒരു സുഖമില്ലാത്ത പ്രായമായ ഒരു തള്ള കിടക്കുന്നുണ്ട് വീട്ടിൽ. ഒരു 2 ആഴ്ച സമയം ചോദിച്ചിട്ട് ബാങ്കുകാർ ഒരു കരുണയും കാണിച്ചില്ല. അവരൊരു അഴിഞ്ഞാട്ടായിരുന്നു.
ആ തള്ളയെ പുറത്തെടുത്തിട്ട് ആ വീട് ലോക്ക് ചെയ്തിട്ട് അവർ പോയത്. 22 സെന്റ് സ്ഥലത്തിൽ പുതുതായി പണിത വീട്ടിൽ താമസിക്കുന്ന സഹോദരനോടും കുടുംബത്തോടും 2 ആഴ്ചയ്ക്കകം വീടൊഴിയണമെന്നും ബാങ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിശ്ശിക അടക്കം 42 ലക്ഷം അടയ്ക്കാനുണ്ടെന്നും 35 ലക്ഷം രൂപ അടച്ച് വൺ ടൈം സെറ്റിൽമെന്റ് അപേക്ഷിച്ചെങ്കിലും ബാങ്ക് മാനേജർ അപേക്ഷ സ്വീകരിച്ചില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. 35 ലക്ഷം രൂപ അടക്ക എന്ന് പറഞ്ഞിട്ട് ബാങ്കുകാർ സമ്മതിച്ചിട്ടില്ല. 29 ലക്ഷം രൂപയാണ് ലോണുള്ളത്. 25 ഫോർ 29 ലക്ഷം രൂപ, 35 ലക്ഷം രൂപ വൺ ഡേ സെറ്റിൽമെന്റിന് ഞങ്ങൾ തയ്യാറാണ്. അത് ബാങ്കുകാർക്കെതിരെ, ബാങ്കുകാർക്ക് 41 lakhs തന്നെ അവർക്ക് കിട്ടണം നിർബന്ധം. അത് ഈ എറണാകുളം മാനേജർ സൂരജ് എന്ന് പറഞ്ഞ സാറിന് നിർബന്ധം. 1 രൂപ കുറച്ച് തരില്ല എന്നാ പറഞ്ഞത്. വസ്തുവിറ്റ് പണം തിരിച്ചടയ്ക്കാൻ കുറച്ച് ദിവസം കൂടി നൽകാൻ അപേക്ഷിച്ചിട്ടും തയ്യാറായില്ലെന്നും 42 ലക്ഷം രൂപ പൂർണ്ണമായും ഇപ്പോൾ തന്നെ അടയ്ക്കണമെന്ന അന്ത്യശാസനം നൽകിയ ബാങ്ക് അധികൃതർ കിടപ്പിലായ ഉമ്മയെ പുറത്താക്കി ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നു. മനോവിഷമം മൂലമാണ് ഇവർ മരിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ഒരു കരുണയും ബാങ്കിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. തള്ള ഇന്നലെ വലിച്ചു പുറത്തിട്ടു. തള്ളക്ക് സുഖമില്ലാതെ ഒരു ഇടയിലായിരുന്നു. ഇന്നലത്തെ ഈ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ തള്ളക്ക് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയത്. ആള് മരണപ്പെടുകയും ചെയ്തു. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം എഡിഷന്റെ ഭാഗമായി മണലൂർ MLA മുരളി പെരുന്നെല്ലിയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണം നടത്തി. നിയോജക മണ്ഡലത്തിലെ വായനശാലകൾക്കും ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ശ്രീകൃഷ്ണ കോളേജിനും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, ഗ്രന്ഥശാല സംഘം ചാവക്കാട് താലൂക്ക് വൈസ് പ്രസിഡന്റ് TN ലെനിൻ, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ MK സദാനന്ദൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, ആഷിഖ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ കൃഷി, കുടിവെള്ളം, ഗ്രാമീണ ടൂറിസം എന്നിവയ്ക്ക് ഗുണകരമാകുന്ന മല്ലൻകുഴി നീർത്തട പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ 2.40 കോടി രൂപയും പഞ്ചായത്ത് തനത് ഫണ്ട് 4,87,000 രൂപയും വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മൾ അധികാര വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ സമ്പത്തിന്റെ വികേന്ദ്രീകരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കാലതാമസം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും? അതിന് പരമാവധി സാങ്കേതിക തടസ്സങ്ങളാണ് നൂലാമാലകളായിട്ടുണ്ടാകുന്നത്. അപ്പോൾ സാങ്കേതിക തടസ്സങ്ങൾ മാറ്റി നമുക്ക് പദ്ധതികൾ ഏറ്റവും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി കഴിയണം. പലപ്പോഴും ആ പല പദ്ധതികളും നീണ്ടുപോകുന്നതിന്റെ കാരണം അതാണ് ഞാനിവിടെ അവസാനം ചോദിച്ചത്, എത്ര കാലമാണ് നമുക്കിത് പൂർത്തീകരിക്കാൻ വേണ്ടത്? പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനും വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചുമാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മാണം, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിലെ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടി 8 സ്ഥലങ്ങളിലായി തടയണ നിർമ്മാണവും ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളും 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജലീൽ ആദൂർ, പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, ബീന രമേശ്, അംഗങ്ങളായ KA അഭിലാഷ്, CV സുഭാഷ്, രമ്യ ഷാജി, ടെസി ഫ്രാൻസിസ്, KR സിമി, മൈമൂന ഷബീർ, MV ധനീഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിലെ ഭണ്ഡാരത്തിന് തീപിടിച്ച് നോട്ടുകൾ കത്തിയ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ചീഫ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. തിങ്കളാഴ്ചത്തെ ദേവസ്വം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ശ്രീകോവിലിന് സമീപത്തുള്ള വലിയ ഭണ്ഡാരത്തിന് തീപിടിച്ചത്. മുകൾ ഭാഗത്ത് ഷീറ്റിന് വെൽഡിംഗ് നടക്കുന്നതിനിടെ തീപ്പൊരി വീഴുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സാധ്യത പരിചയപ്പെടുത്താൻ സ്റ്റാർട്ടപ്പ് ഏജൻസിക്കാർ ദേവസ്വം ഭരണസമിതിയെ സമീപിച്ചിട്ടുണ്ട്. വെർച്വൽ ക്യൂ എങ്ങനെയാകാമെന്നതിനെപ്പറ്റി അവതരണവും നടത്തി. ചെയർമാൻ ഡോക്ടർ VK വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് പാലയൂർ സെന്ററിലെ ആൻഡോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ ഉടമ മുട്ടത്ത് ആൻഡോ നിര്യാതനായി. ഈ രംഗത്തെ തുടക്കക്കാരനായ ആൻഡോ ഈ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ 60 വർഷത്തിലധികമായി പ്രവർത്തിച്ചുവരുന്ന ആൻഡോ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയത്. 81 വയസ്സായിരുന്നു.
സൗണ്ട് സംവിധാനം അപൂർവമായിരുന്ന കാലഘട്ടത്തിൽ 1961 ആൻഡോ സൗണ്ട് ആരംഭിക്കുന്നത്. പൊതുസമൂഹത്തിന് ഈ സംവിധാനം പരിചയമില്ലാത്ത ആ കാലഘട്ടത്തിൽ ലൈറ്റിന്റെയും ശബ്ദത്തിന്റെയും സാങ്കേതികത കാണികൾ കൗതുകവും ആശ്ചര്യവുമായാണ് നോക്കിക്കണ്ടിരുന്നത്. ആധുനിക LED സംവിധാനം കണ്ടെത്തുന്നതിനു മുമ്പ് ഈ രംഗത്ത് സ്വന്തമായ കണ്ടെത്തലുകൾ നടത്തി ലൈറ്റ് ആൻഡ് സൗണ്ടിൽ അത്ഭുതം തീർത്ത് പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. ഈ നേട്ടം അദ്ദേഹത്തെ ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മികച്ച സൗണ്ട് ആൻഡ് ലൈറ്റ് ഉടമയാക്കി മാറ്റി. സ്വന്തം കഠിനാധ്വാനത്തിലൂടെ ഈ മേഖലയിൽ പരീക്ഷണങ്ങൾ നടത്തി പുതിയ തലമുറയ്ക്ക് കൂടി ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജോലി സാധ്യത വിശാലമാക്കിയതിൽ ആൻഡോന്റെ പങ്ക് വിലമതിക്കാനാകാത്തതാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ചാവക്കാട് മേഖല മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ നടക്കും. പരേതയായ മേരി ഭാര്യയും ഷാജു, രജു, സജി, ഷീജ, ബിജു എന്നിവർ മക്കളുമാണ്. ആൻഡ്രോയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുടനീളം എല്ലാ ജില്ലയിലും അതുപോലെ തന്നെ സമീപ സംസ്ഥാനത്തും അദ്ദേഹം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവും സംഘടനാ പ്രവർത്തനത്തിൽ മുതൽക്കൂട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ML ആൻഡ്രേട്ടൻ്റെ യോഗം സംഘടനയ്ക്ക് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങൾക്കും തീരാ നഷ്ടം തന്നെയാണ്. ആർത്താഡ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ എഫദ 2025 34ാമത് ദൈവവചന പ്രഘോഷണവും ഉപവാസ ധ്യാനയോഗവും ബുധനാഴ്ച ആരംഭിക്കും. ഏപ്രിൽ 9, 10, 11 തീയതികളിലായിട്ടാണ് ധ്യാനയോഗം. ബുധനാഴ്ച മലബാർ ഭദ്രാസനത്തിലെ ഫാദർ ഷാനു എബ്രഹാം, വ്യാഴാഴ്ച കൊല്ലം ഭദ്രാസനത്തിലെ ഫാദർ ജോൺ ടി വർഗീസ്, വെള്ളിയാഴ്ച അങ്കമാലി ഭദ്രാസനത്തിലെ ഫാദർ നോബിൻ ഫിലിപ്പ് എന്നിവർ ധ്യാനയോഗത്തിന് നേതൃത്വം നൽകും. കുടുംബശ്രീ ജില്ലാ മിഷൻ നേതൃത്വത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ കുന്നംകുളം ACP ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും മികച്ച മാതൃകകൾ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ് കുടുംബശ്രീ. ആ കുടുംബശ്രീ തന്നെ തയ്യാറാക്കിയതാണ് ഈ സ്നേഹിത ഡെസ്ക് എന്ന് പറയുന്ന സംവിധാനം. സമൂഹത്തിൽ ഇടപെടുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ജനകീയ ബന്ധമെന്നുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് കൗൺസിലർമാരുടെ സേവനം കൂടി പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല മറ്റ് നിരവധി മേഖലകളിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ആവശ്യമാണ് എന്നുള്ള തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ മിഷൻ ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തിയത്. AC മൊയ്തീൻ MLA സെന്റർ ഉദ്ഘാടനം ചെയ്തു. ACP CR സന്തോഷ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, T സോമശേഖരൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ P സലിൽ, ബിജു C ബേബി, KK പ്രസാദ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ 7ാമത്തെ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററാണ് കുന്നംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചത്. വിവിധ അതിക്രമങ്ങൾക്കിരയായി പോലീസ് സ്റ്റേഷനുകളിലെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആവശ്യമായ കൌൺസിലിംഗ് സേവനങ്ങൾ നൽകുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പരാതിക്കാരുടെ ആവശ്യവും കേസിന്റെ പ്രാധാന്യവും അനുസരിച്ച് പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാകും കൌൺസിലിംഗ് സേവനങ്ങൾ നൽകുക. ഇതിനായി ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പരിശീലനം ലഭിച്ച കൌൺസിലർമാരുടെ സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വേനലവധിക്കാല തിരക്ക് കണക്കിലെടുത്ത് ഏപ്രിൽ 12 മുതൽ 20 വരെ VIP-കൾക്കുള്ള പ്രത്യേക ദർശനത്തിന് നിയന്ത്രണമുണ്ട്. നിലവിൽ ഞായറാഴ്ചകളിലും പൊതു അവധി ദിവസങ്ങളിലും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ VIP ദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. അവധിക്കാലത്തെ ദർശന നിയന്ത്രണത്തിനും ഇതേ സമയക്രമം തന്നെയായിരിക്കും. ഈ മാസം 12 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾക്കിടയിൽ 3 പ്രവൃത്തി ദിനങ്ങളേ ഉള്ളൂ. ആ ദിവസങ്ങൾ കൂടി VIP ദർശന നിയന്ത്രണം ബാധകമാക്കാൻ തിങ്കളാഴ്ച ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിക്കുകയായിരുന്നു. വിഷുക്കണി ദർശനം 14-ന് പുലർച്ചെ 2:45 മുതൽ 3:45 വരെ നടത്തും. ആശ്രിത നിയമനത്തിലെ പുതിയ വ്യവസ്ഥകൾ പിൻവലിച്ച് ജീവനക്കാരുടെ ആശങ്ക അകറ്റണമെന്ന് ജോയിന്റ് കൌൺസിൽ ചാവക്കാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വ്യാപാര ഭവനിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK അബ്ദുൾ മനാഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PP ലിൻഡ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KH നൌഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം TK അനിൽകുമാർ, കൌൺസിൽ അംഗം KM രമേശ് എന്നിവർ സംസാരിച്ചു.
ഭാരവാഹികളായി പ്രസിഡന്റ് MC അജീഷ് കുമാർ, സെക്രട്ടറി KH നൌഷാദ്, ട്രഷറർ VA നന്ദകുമാർ, വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് നിജി മണികണ്ഠൻ, സെക്രട്ടറി CR രാഗി എന്നിവരെ തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ടൈലർ ടച്ച് റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങളുടെ പുന്നീർകുളം ഏരിയ കൗണ്ടർ ആൽത്തറ ക്ഷേത്രനടയിൽ AKTA തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ സ്വന്തം ബ്രാൻഡായ TLT ടൈലർ ടച്ച് ഉൽപ്പന്നങ്ങൾ സംഘടനാ സംവിധാനത്തിലൂടെ പ്രത്യേക പരിശീലനം നൽകി ഉൽപ്പാദിപ്പിച്ചാണ് വിപണിയിൽ എത്തിക്കുന്നത്. ഇതുവഴി തൊഴിലാളികൾക്ക് പരിശീലനം, ഉൽപ്പാദനം, വിപണനം, ക്ഷേമം എന്ന 4 ഘട്ടവും പൂർത്തീകരിച്ച് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനും വിവിധ പദ്ധതികളുടെ നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് നൽകാനും സംഘടനയ്ക്ക് കഴിയും. 14 ജില്ലകളിലായി 3.5 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ജില്ലകൾ തോറും നിരവധി കൗണ്ടറുകൾ ഇതിനകം തുറന്നുകഴിഞ്ഞു. കുറഞ്ഞ കാലയളവിൽ വിലക്കുറവിലും ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഏറെ പ്രചാരം നേടിയ TLT ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് പൊതുവിപണിയിൽ ആവശ്യക്കാർ ഏറെയാണെന്ന് AKTA ഭാരവാഹികൾ പറഞ്ഞു. 1000-ലധികം മെമ്പർമാരുള്ള ഏരിയയ്ക്ക് ഓഫീസ് കൗണ്ടർ ആയതിനാൽ പർച്ചേസിനും ഓഫീസ് ആവശ്യങ്ങൾക്കും മെമ്പർമാർക്ക് സൗകര്യമൊരുക്കിയതായി ഏരിയ സെക്രട്ടറി വിജയകൃഷ്ണൻ കപ്പിയാരത്ത് പറഞ്ഞു. പ്രസിഡന്റ് KL ലോറൻസ്, ട്രഷറർ K രമ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഒരുമനിയൂർ പഞ്ചായത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KV രവീന്ദ്രൻ, ET ഫിലോമിന ടീച്ചർ, മെമ്പർമാരായ KJ ചാക്കോ, നഷ്ര മുഹമ്മദ്, സിന്ധു അശോകൻ, ആരിഫ ജുഫേർ, പഞ്ചായത്ത് സെക്രട്ടറി പീതാംബരൻ, ഹെഡ് ക്ലർക്ക് അനൂജ് അജയൻ എന്നിവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രശില്പ പ്രദർശനവും. നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നാടകക്കഞ്ഞിയും ഗ്രാമകത്തിലെ പ്രത്യേകതയാണ്. നാടകനഗരിയിലെത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തകനും KSEB ജീവനക്കാരനുമായ CD ഫ്രാൻസിസ് ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത്. സൈക്കിളിൽ സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച ജലധാര യന്ത്രം കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത്. പവലിയനിൽ പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ഏറെ ആകർഷണീയമാണ്. വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ചിത്രങ്ങളും ശില്പങ്ങളുമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചിത്രരചനയ്ക്കായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും കലാകാരന്മാർ എത്തിച്ചേരുന്നുണ്ട്. സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. കവാടം മുതൽ വേദി വരെയുള്ള നടവഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരും ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത്. ഗ്രാമക കഞ്ഞി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അത് 2016 ഞങ്ങൾ ഈ നാടകോത്സവം ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരു നാടകോത്സവം കാണാനെത്തുന്ന സദസ്സ് നാടകം കണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സദസ്സ് കാലിയാവുക എന്നുള്ള ആ ഒരു പതിവ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം കഥകൾ, നാടകോത്സവത്തിൻ്റെ അല്ലെങ്കിൽ ആ കണ്ട നാടകത്തിൻ്റെ വിശേഷങ്ങൾ കൈമാറി പിരിയുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ എത്തിക്കാം എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയമാണ് ഈ ഗ്രാമക കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കൂട്ടായ്മയെ കൂടുതൽ ഇടങ്ങളിലേക്ക് കൂടുതൽ മനുഷ്യരിലേക്കൊക്കെ വ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കലാസാംസ്കാരിക രംഗത്ത് പുത്തനുണർവ് നൽകുന്നതാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. നാടകോത്സവ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും ചെറുബാല്യങ്ങളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയത്തിലാണ് നടക്കുന്നത്. നാടിന്റെ ഒരുമയും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന നാടകോത്സവവും ജനഹൃദയങ്ങളിലാണ് അരങ്ങേറുന്നത്. ഗ്രാമകം നാടകോത്സവത്തോടനുബന്ധിച്ച് നാടക പ്രവർത്തകരായിരുന്ന MK സിദ്ദിഖ്, സോബി സൂര്യഗ്രാമം എന്നിവരെ അനുസ്മരിച്ചു. നാടക സാംസ്കാരിക പ്രവർത്തകനും ഗ്രാമകത്തിന്റെ സഹയാത്രികനുമായിരുന്നു MK സിദ്ദിഖ്. പ്രശസ്ത നാടക സംവിധായകനും അഭിനേതാവുമായിരുന്ന സോബി സൂര്യഗ്രാമം നാടക പ്രവർത്തകരുടെ സംഘടനയായ നാട്ടക്കിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിരുന്നു.
അനുസ്മരണ സദസ്സിന് ഗ്രാമകം മീഡിയ കമ്മിറ്റി ചെയർപേഴ്സണും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. നന്മ സംസ്ഥാന സെക്രട്ടറി രവി കേച്ചേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. സോഷ്യൽ മീഡിയ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജയശ്രീ, സ്വീകരണ കമ്മിറ്റി വൈസ് ചെയർപേഴ്സൺ MA ബിജു തുടങ്ങിയവർ സംസാരിച്ചു. രവി കേച്ചേരിക്ക് സംഘാടക സമിതി അംഗം ED ഡേവിസ് ഗ്രാമകത്തിന്റെ ഉപഹാരം സമർപ്പിച്ചു. പക്ഷെ സിദ്ദിഖ് നാടകം കൈവിടാതെ സൂക്ഷിച്ച ഒരാളാണ്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഗ്രാമകവുമായിട്ട് അത്രമാത്രം ഇഴചേർന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖിന്റേത്. സിദ്ദിഖ് മാത്രമല്ല, സിദ്ദിഖിന്റെ കുടുംബം മുഴുവൻ ഗ്രാമത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. സൂര്യഗ്രാമം എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു എളിയ നാടക പ്രവർത്തന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം നാടക സംവിധായകനാണ്, അഭിനേതാവാണ്, നടനാണ്. അദ്ദേഹത്തിന്റെ വീട് തന്നെ ഒരു നാടക കളരിയാണ്. ഒരുപാട് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നാടകങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സൂര്യഗ്രാമം എന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയും. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച് 23 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പുന്നൂർ പഞ്ചായത്തിലെ 15-ാം വാർഡ് 57 നമ്പർ അംഗൻവാടിയുടെ നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു. എടക്കഴിയൂർ JLP സ്കൂളിൽ നടത്തിയ പരിപാടി NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് എന്തായാലും 23 ലക്ഷം രൂപ സാധാരണ ഒരു പാർട്ടിയിൽ നിന്നൊരു അംഗൻവാടിക്ക് കൊടുക്കില്ല. എങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും മറ്റും അത്രയും വലിയ തുക വേണം. കാരണം അവർ തന്നെയേക്കാൾ വലിയ തുക വെച്ചില്ല. അംഗൻവാടിയുടെ സ്ഥലം മേടിക്കാൻ വേണ്ടി വഴിക്ക് വേണ്ടി 20 ലക്ഷം രൂപ ചെലവഴിച്ചെന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സനിൽകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ KA വിശ്വനാഥൻ മാസ്റ്റർ, ഷമീം അഷ്റഫ്, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ AS ഷിഹാബ്, ജിസ്ന ലത്തീഫ്, അങ്കണവാടി വർക്കർ TV തുളസി, ALMSC പ്രതിനിധി MK നസീർ തുടങ്ങിയവരും വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. പൊന്നിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും അങ്കണവാടി വർക്കേഴ്സ് ഗ്രൂപ്പ് ലീഡർ രമണി ടീച്ചർ നന്ദിയും പറഞ്ഞു. MLAയുടെ 2024-25 LAC ADS ഫണ്ടിൽ ഉൾപ്പെടുത്തി 721 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഹാൾ, ടോയ്ലറ്റ് എന്നിവയും മുകളിലത്തെ നിലയിൽ കുട്ടികൾക്ക് കളിക്കുവാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സ്മാർട്ട് അംഗനവാടി നിർമ്മിക്കുന്നത്. 2025 അവസാനത്തോടുകൂടി നിർമ്മാണം പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല കോളേജ് ഓഫ് കോർപ്പറേഷൻ ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയമേളയ്ക്ക് വേലൂർ പഞ്ചായത്തിൽ തുടക്കമായി. വയലോർ 2025 എന്ന പേരിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KN ഉഷാദേവി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CF ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, മെമ്പർ ബിന്ദു ശർമ്മ, CDS ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണൻ, കൃഷി ഓഫീസർ RP അഞ്ജന, സർവകലാശാല അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തണൽ എന്ന സ്ഥാപനത്തെ കേന്ദ്രീകരിച്ചായിരിക്കും നടക്കുക. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കടങ്ങോട് പഞ്ചായത്തിലെ ആദൂർ കിഴക്കുമുറി കുടിവെള്ള പദ്ധതി നാടിനെ സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസ് മുഖ്യാതിഥിയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ, വാർഡ് മെമ്പർ PA മുഹമ്മദ് കുട്ടി, വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം MK വേണു, PT ഗോപി മാസ്റ്റർ, SSC പ്രൊമോട്ടർ പ്രണവ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ള പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം അനുവദിച്ച പാപ്പാളി ഉമ്മറിനെയും മോട്ടോർ ഷെഡിന് സ്ഥലം അനുവദിച്ച അശോകനെയും ചടങ്ങിൽ ആദരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 7,72,257 രൂപയും ജില്ലാ പഞ്ചായത്ത് 4,55,093 രൂപയും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. വർഷങ്ങളായുള്ള പ്രദേശത്തെ 32 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്. കേന്ദ്ര സർക്കാർ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെ ഇൻസ്പയർ അവാർഡ് നേടിയ മമ്മയൂർ LF സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയും മന്ദലാകുന്ന് സ്വദേശിയുമായ റയീസ് അസൈനാരകത്തിനെ കോൺഗ്രസ് വാർഡ് കമ്മിറ്റി ആദരിച്ചു. നേതാക്കളായ MV ഹൈദരാലി, ഉമ്മർ മുക്കണ്ടത്ത്, PK ഹസൻ, KK ഷുക്കൂർ, ഷെർബുന്നൂസ് പണിക്കവീട്ടിൽ, KK അക്ബർ, AA ഗദ്ദാഫി, മഹ്ഷൂഖ് മന്ദലാകും തുടങ്ങിയവർ പങ്കെടുത്തു.
SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് നേരെ പ്രകോപനപരമായ വിദ്വേഷ പ്രസംഗം നടത്തുന്നതിൽ SNDP യോഗം കുന്നംകുളം യൂണിയൻ യോഗം ശക്തമായി പ്രതിഷേധിച്ചു. യോഗത്തിൽ പ്രസിഡന്റ് KM സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. ഡയറക്ടർ ബോർഡ് അംഗം ചന്ദ്രൻ കിളിയമ്പറമ്പിൽ, കൗൺസിലർമാരായ അനിൽ മൂത്തേടത്ത്, ഗോപിനാഥ്, MS സുഗുണൻ, അനില, KK ബിജു, PK പരമേശ്വരൻ, യൂത്ത് മൂവ്മെന്റ് ജില്ലാ വൈസ് ചെയർമാൻ KR റിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്താനും യോഗം തീരുമാനിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 3-ാം വാർഡ് അരിക്കാട്ടുകുണ്ട് നഗറിന്റെ സമഗ്ര വികസനത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 44 കുടുംബങ്ങളുള്ള അരിക്കാട്ടുകുണ്ടിൽ 8 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ കമ്മ്യൂണിറ്റി ഹാൾ, വീടുകളുടെ നവീകരണം, കുടിവെള്ള കിണർ നവീകരണം, കലാസാംസ്കാരിക പരിപാടികൾക്കു വേണ്ടി സ്റ്റേജ്, ആവശ്യമായ വശങ്ങളിലെല്ലാം സംരക്ഷണ ഭിത്തി എന്നിവ ഉൾപ്പെടുന്നതാണ് അരിക്കാട്ടുകുണ്ട് അംബേദ്കർ ഗ്രാമം. കുന്നംകുളം MLA AC മൊയ്തീൻ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ബീന രമേശ്, പട്ടികജാതി വികസന ഓഫീസർ ഷാബു, UV ഗിരീഷ്, SC പ്രൊമോട്ടർ പ്രണവ് ബാലൻ എന്നിവർ സംസാരിച്ചു. ഒരുമനിയൂർ പഞ്ചായത്ത് അംഗൻവാടി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രവീന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ET ഫിലോമിന, ബ്ലോക്ക് മെമ്പർമാരായ ഷൈനി ഷാജി, ആഷിത കുണ്ടിയത്ത്, ICDS സൂപ്പർവൈസർ ഷീബ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുരുന്നുകളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കേരള സർക്കാർ കോടതികളിൽ ഏർപ്പെടുത്തിയ ഫീസ് വർധന കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ചാവക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TR അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ലോയേഴ്സ് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോജോ ജേക്കബ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ലോയേഴ്സ് പ്രസിഡന്റ് CS സുബ്രഹ്മണ്യൻ, ഭാരതീയ അഭിഭാഷക പരിഷത്ത് കൺവീനർ K നാരായണൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി വിനോദ് കുമാർ അകമ്പടി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ മനീഷ് MS നന്ദിയും പറഞ്ഞു. സ്റ്റേറ്റ് കൗൺസിൽ അംഗം PV ജിഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജലജ മണി, ജില്ലാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ലർക്കുമാർ പ്രതിഷേധ ദിന ബാഡ്ജ് ധരിച്ചാണ് ഓഫീസിലും കോടതികളിലും ഹാജരായത്. ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻ ധൻ യോജനയുടെ ഭാഗമായി വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ജീവനക്കാർക്കും ദേശീയ പെൻഷൻ പദ്ധതി ബോധവൽക്കരണ ക്ലാസും എൻറോൾമെന്റ് ക്യാമ്പും സംഘടിപ്പിച്ചു. ചാവക്കാട് വ്യാപാര ഭവൻ ഹാളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. KVVES ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ജോജി തോമസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ KK സേതുമാധവൻ, കുന്നംകുളം ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ UV സുമിത്, കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സീതാലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ KVVES ജില്ലാ കമ്മിറ്റിയുടെ ഭദ്രം പ്ലസ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ നിന്നും 5 ലക്ഷം രൂപ മരണപ്പെട്ട സുകുമാരന്റെ കുടുംബത്തിനും, ചികിത്സാ ധനസഹായം റുക്കിയ, സജീവൻ എന്നിവർക്കും, ചാവക്കാട് മർച്ചന്റ്സ് അസോസിയേഷൻ നൽകുന്ന ചികിത്സാ ധനസഹായം PB ഹംസയ്ക്കും പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് കൈമാറി. വൈസ് പ്രസിഡന്റുമാരായ KN സുധീർ, CT തമ്പി, സെക്രട്ടറിമാരായ PM അബ്ദുൾ ജാഫർ, PS അക്ബർ, AS രാജൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ബോധിധർമ്മ അക്കാദമിയുടെ 45-ാം വാർഷികാഘോഷവും ലോഗോ പ്രകാശനവും ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പും ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗും ഏപ്രിൽ 10 വ്യാഴാഴ്ച നഗരസഭാ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വാർഡ് കൗൺസിലർ മിനി മോൺസി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബോധിധർമ്മ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ അഡ്വക്കേറ്റ് KS ഷിഹാൻ മനോജ് വിഷയാവതരണം നടത്തും. അർഹരായ 20-ൽ പരം വിദ്യാർത്ഥികൾക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗ് സെറമണി കുന്നംകുളം SHO UK ഷാജഹാൻ നിർവഹിക്കും. ഏപ്രിൽ 15-16 തീയതികളിലായി ജപ്പാനിൽ നടക്കുന്ന 2ാമത് ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി യാത്ര തിരിക്കുന്ന ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ ഷിഹാൻ KS മനോജിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകും. ചാമ്പ്യൻഷിപ്പിൽ വിവിധ ജില്ലകളിൽ നിന്നായി 500-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ബോധിധർമ്മ അക്കാദമി ജനറൽ സെക്രട്ടറി സെൻസൈ PU ഷഹീൻ, ട്രഷറർ TM സ്വരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
UAE-യിലെ കുന്നംകുളത്തുകാരുടെ സാംസ്കാരിക കൂട്ടായ്മയായ സമത കുന്നംകുളത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. ദുബായിലെ സബീൽ പാർക്കിൽ നടന്ന സംഗമത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വൈവിധ്യമാർന്ന മത്സരങ്ങളും ഒരുക്കിയിരുന്നു. മത്സര വിജയികൾക്ക് സമതയുടെ മുതിർന്ന അംഗങ്ങളും വനിതാ അംഗങ്ങളും ചേർന്ന് സമ്മാനദാനം നടത്തി. കുടുംബസംഗമത്തിന് സമത ഭാരവാഹികൾ നേതൃത്വം നൽകി. UAE-യിലെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുത്തു. പുന്നയൂർ മുണ്ടകൻ പാടത്ത് വിളവെടുത്ത പച്ചക്കറി കൃഷിക്ക് 100 മേനി വിളവ്. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃത്യത കൃഷിരീതി അവലംബിച്ച പന്തയിൽ രാജേഷ്, ലെനിൻ എന്നീ യുവാക്കൾ ചേർന്നാണ് പച്ചക്കറി കൃഷി നടത്തിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ AK വിജയൻ, കൃഷി ഓഫീസർ K ഗംഗാദത്തൻ, CDS ചെയർപേഴ്സൺ CP അനിത, CRP ബബിത എന്നിവർ സംസാരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് ട്രിപ്പ് ഇറിഗേഷൻ വഴി വെള്ളമെത്തിച്ച് നൂതന രീതിയിൽ തികച്ചും വിഷരഹിതമായ രീതിയിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. തെക്കിനെടുത്തുപടി ഊക്കയിൽ പാടശേഖര സമിതിയുടെ കീഴിലുള്ള പാടത്ത് കണിവെള്ളരി, തണ്ണിമത്തൻ, കുമ്പളം, ചീര, വെണ്ട, സാലഡ് കുക്കുംബർ എന്നിവയാണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഫാം ഫ്രഷ് വിപണന സ്റ്റാൾ വയൽവരമ്പിൽ നിന്ന് ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ലോകാരോഗ്യ ദിനാചരണം നടത്തി. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ ടെക്നിക്കൽ അസിസ്റ്റന്റ് രാജു ഉദ്ഘാടനം ചെയ്തു. നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും കുട്ടികളും ജീവനക്കാരും പങ്കെടുത്തു. ആരോഗ്യപരമായ ജീവിത സന്ദേശത്തിനായി മെഴുകുതിരികൾ കത്തിച്ചായിരുന്നു ദിനാചരണം. ദീപാലങ്കൃതമായ ലോകാരോഗ്യ ദിനാചരണത്തിന് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ TG നിത, ഹെൽത്ത് സൂപ്പർവൈസർ ഹരിദാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. എല്ലാവരും ഒത്തൊരുമിച്ച് ഗാനാവതരണവും ഉണ്ടായി. ചിറക്കൽ IHDP നഗറിന്റെ സമഗ്ര വികസനത്തിനായി അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനുള്ള ഗുണഭോക്തൃ സമിതി രൂപീകരണ യോഗം ചേർന്നു. കുന്നംകുളം MLA SC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ രതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NK ഹരിദാസൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ എന്നിവർ പങ്കെടുത്തു. നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ശ്വാസകോശ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ മാസത്തിലെ എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെയാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി 95 44 55 56 99 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ആവർത്തിക്കുന്നു: 95 44 55 56 99. മറ്റൊരു നമ്പർ 85 89 93 93 30. വിപണി ചൂണ്ടൽ കുടുംബശ്രീ CDS നേതൃത്വത്തിൽ കേച്ചേരി എരനല്ലൂരിൽ നേച്ചേഴ്സ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഐസ്ക്രീം പാർലർ പ്രവർത്തനം ആരംഭിച്ചു. എരനെല്ലൂർ വില്ലേജ് ഓഫീസിന് സമീപമാണ് നേച്ചേഴ്സ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഐസ്ക്രീം പാർലർ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. കൃഷി ഓഫീസർ ഭുവന മോഹൻ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുന, മൃഗ ഡോക്ടർ പ്രിയ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജിഷ സുനിൽ, രതീഷ് പാക്കത്ത്, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജാസ്മിൻ, അഗ്രി CRP സജ്നി സഞ്ജയ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കർഷകരുടെ കയ്യിൽ നിന്ന് നേരിട്ടെടുക്കുന്ന മായം ചേർക്കാത്ത പച്ചക്കറികളാണ് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ രുചികരമായ ഐസ്ക്രീം കഴിക്കാനുള്ള സൗകര്യവും ഐസ്ക്രീം പാർലറിൽ ഒരുക്കിയിട്ടുണ്ട്. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ രാത്രി 9 വരെയാണ് പ്രവർത്തന സമയം. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മുതൽ 9 വരെയും സ്ഥാപനം പ്രവർത്തിക്കും. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ചൂണ്ടൽ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നേച്ചേഴ്സ് ഫ്രഷ് വെജിറ്റബിൾസും ഐസ്ക്രീം പാർലറും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് 8089655440 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് SDPI ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി TM അക്ബർ, ജില്ലാ ട്രഷറർ യഹിയ മന്ദലാകുന്ന, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ സക്കീർ ഹുസൈൻ, സെക്രട്ടറി ഡോക്ടർ മുസമിൽ, വൈസ് പ്രസിഡന്റ് ജബ്ബാർ അണ്ടത്തോട് തുടങ്ങിയവർ പങ്കെടുത്തു.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,225 രൂപ, സ്വർണം പവന് 65,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 102 രൂപ. ചർമ്മം തളി പിലാക്കാട് പടിഞ്ഞാറേതിൽ നാരായണൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. കമലാക്ഷി ഭാര്യയും സുരേഷ് ബാബു, സുമേഷ്, സജിത, സുനിത, സുലജ എന്നിവർ മക്കളുമാണ്. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. കടപ്പുറം മാറങ്ങാടി ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തി തുറന്ന് കവർച്ച. 80,000-ഓളം രൂപ നഷ്ടപ്പെട്ടു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതം. ജപ്തി ചെയ്ത വീട്ടിൽ നിന്ന് പുറത്താക്കിയ 82-കാരി പിറ്റേന്ന് മരിച്ചു. പാലപ്പെട്ടി പുതിയിരുത്തി സ്വദേശി ഇടശ്ശേരി വളപ്പിൽ മാമി ഉമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പുറത്താക്കിയ വീട് ജപ്തി ചെയ്തതിനെ തുടർന്നുള്ള മനോവിഷമമാണ് മരണത്തിന് കാരണമായതെന്ന് കുടുംബം. ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിലെ ഭണ്ഡാരത്തിന് തീപിടിച്ച് നോട്ടുകൾ കത്തിയ സംഭവം. സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ചീഫ് ഫിനാൻസ് ഓഫീസറെ ചുമതലപ്പെടുത്തി. ദേവസ്വം ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. ചാവക്കാട് പാലയൂർ സെന്ററിലെ ആൻഡോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിന്റെ ഉടമ മുട്ടത്ത് ആൻഡോ നിര്യാതനായി. വിടവാങ്ങുന്നത് ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിലെ അധികായൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctv online.in.